ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ഈ പറഞ്ഞ ബാലൻസിങ്ങിൻ്റെ ഇന്ന് പാർട്ട് 2 ആണ്. കുറച്ച് ഒച്ചയും ബഹളെല്ലാം അതെനിക്ക് എന്താണ് വേറെ അപ്പുറത്ത് എന്താണ് പരിപാടി കൊടുക്കണം. അപ്പോൾ അതിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് പരമാവധി എന്താണ് വോയിസിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ എൻ്റെ ശബ്ദം പരമാവധി ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്കിന്ന് എന്താണ് നമ്മളെ ബാലൻസിങ് ഓഫ് ദ റിഡക്സേഷൻസിൻ്റെ പാർട്ട് 2 നമുക്കിന്ന് ചെയ്യാൻ ഇതൊരു എന്താണ് അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. ഞാൻ പറയും 2 മെത്തേഡ്സ് ആണ്. ഒന്ന് അയോൺ ഇലക്ട്രോൺ മെത്തേഡ്, അല്ലെങ്കിൽ എന്താണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് തന്നെ വേറെ പേരുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു PYQ. ഇത് ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. PYQ 2022. അതായത് ഞാൻ എൻ്റെ സീനിയേഴ്സിനൊന്ന ചോദ്യമായത്. അതായത് ഞാൻ SLCയിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വന്ന ക്വസ്റ്റ്യന് ബാലൻസ് ദ ഫോളോയിങ് റെഡ് ഓക്സിഡേഷൻസ് ഇൻ അസിഡിക് മീഡിയം അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. Fe2+ + Cr2O7 2- ഗിവിങ് Fe3+ + Cr3+. ഇതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഏടിയ ഓക്സിഡേഷൻ നടക്കുന്നത്. നിങ്ങളെന്താ റെഡ് ഓക്സിഡേഷൻ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലുണ്ട്. ഏടിയാണ് റിഡക്ഷൻ നടക്കുന്നത്, ഏടിയ ഓക്സിഡേഷൻ നടക്കുന്നത്, ബേസിക് ഐഡിയ ഉണ്ടാവും. നോക്കാം. അതായത് ഈ Fe2+, നിങ്ങളൊരു ആരോ വെറുതെ ഇങ്ങനെ വരച്ച് നോക്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, 2+ എന്നുള്ളത് 3+ ആയി മാറുന്നത്. അതായത് ഒരു ഇലക്ട്രോണെ കൂടി നഷ്ടപ്പെടുമ്പോഴേ 2+ 3+ ആയിട്ട് മാറും. അതാണല്ലോ പോസിറ്റീവ് ചാർജ് സൂചിപ്പിക്കുന്നത്, ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ കൂടുക ചെയ്യുന്നത്. +2 അവിടെ 2-നെക്കാളും വലുതിൽ 3. അപ്പോൾ 2 വലുത് 3-ലേക്ക് വലുത് എന്തോരൊപ്പം എന്താ സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഓക്സിഡേഷൻ പ്രോസസ്. അങ്ങനെ മനസ്സിലാക്കും അത്. അതേപോലെ നമ്മൾ 7 ഓക്സിജൻ ഉണ്ട്, അതിന് ടോട്ടൽ കോമ്പൗണ്ട് ചാർജ് -2. ഇതെന്ന സാധനം മനസ്സിലായി. ഇത് ആക്ച്വലി പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എന്ന് തന്നെ പറയാം, K2Cr2O7. ഈ പാർട്ടിനെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ഇത്. ആക്ച്വലി നിങ്ങൾക്ക് +2 പഠിക്കാനുണ്ട് ഇതിനെപ്പറ്റി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ല. ഈ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ അയോണിക് പാർട്ടാണ് ഈ Cr2O7 2-. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ ചാർജ് എത്ര അറിയാം, -2 ആണ്. ഇവിടെ പക്ഷേ എത്ര ഓക്സിജൻ ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ -14 ആയിരിക്കും ടോട്ടൽ ചാർജ്. അപ്പോൾ -14, അതായത് -2 കിട്ടണമെങ്കിൽ ഇനി ഇവിടെ എത്ര +14 വന്നാൽ ശരിയാവില്ല. +14 -14 0 ആയി പോകും. അപ്പോൾ എന്ത് വരണം, 12 - 14 -2 വരും. അപ്പോൾ ഇവിടെ എന്ത് വേണം, 12 വേണം. അതായത് 2 ക്രോമിയത്തിൻ്റെ ചാർജാണ് ഈ പറയുന്നത് +12 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രോമിയത്തിൻ്റെ ചാർജ് എത്രയായിരിക്കും, +6. കാരണം 2 ഉണ്ടല്ലോ, അപ്പോൾ +6. അതേപോലെ ഇവിടെ എന്തായാലും അത് ക്രോമിയത്തിൻ്റെ +3. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ നിന്ന് വെറുതെ എനിക്ക് എത്ര സ്ഥലവും ഇല്ല ഇവിടെ, പക്ഷേങ്കിൽ എന്താ ഇവിടെ ഈ ആരോ വരച്ച് നോക്കും. അതായത് ഈ +6 എന്നുള്ളത് ഞാൻ വേറെ എഴുതുക, ഈ +6 എന്നുള്ളത് എന്തായി മാറുന്നത്, +3 ആയിട്ടാണ് മാറുന്നത്. അതായത് എന്താ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്. 3-ന്, അതായത് 6-നെക്കാട്ടി ചെറുതാണല്ലോ 3. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ റിഡക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അത് ഈ അയോൺ ഇലക്ട്രോൺ മെത്തേഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം നമ്മൾ ഇതിനെ പേജിന് നടുക്കുന്ന ഇപ്പോൾ മുറിക്കാൻ പോകുന്നതാണ്. ഞാനിങ്ങനെ വരച്ച് 2 സൈഡായിട്ട് എഴുതി. ഒരു സൈഡിൽ ഓക്സിഡേഷൻ ഹാഫ് എന്ന് പറഞ്ഞിട്ട് എഴുതി, മറ്റേ സൈഡിൽ റിഡക്ഷൻ ഹാഫ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്സിഡേഷൻ ഹാഫിൽ നമ്മൾ ഓക്സിഡേഷൻ നടക്കുന്നതാകും. അതായത് Fe2+ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു Fe3+. പിന്നെന്താ, ഒരു ഇലക്ട്രോൺ കൂടി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺ പുറത്ത് പോകുന്നത് ഞാനിവിടെ ഇങ്ങനെ സൂചിപ്പിച്ചു, ഒരു ഇലക്ട്രോൺ സൂചിപ്പിച്ച്. അത് ഓക്സിഡേഷൻ പാർട്ട്. റിഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്, ഇത് ഞാൻ കുറച്ചൊരു മിസ്റ്റേക്ക് വരുത്തിയതാണ്. ഇത് നോക്കാം നമുക്ക്. Cr2O7 2- എന്താണ്, പിന്നെ 6 ഇലക്ട്രോൺസിന്, അതായത് 6 ഇലക്ട്രോൺസ് കിട്ടിയിട്ടാണ് എന്തായി മാറുന്നത്, 2Cr3+ ആയി മാറുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി സ്റ്റോയിഷ്യോമെട്രി ബാലൻസ് ഇല്ല. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ 2 ക്രോമുണ്ട്, പക്ഷേ ഇവിടെ ഒരു ക്രോമില്ലല്ലോ. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രി ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് എഴുതി, 2 ക്രോമി എഴുതി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ +6 എന്നുള്ളത് +3 ആവേണ്ടിക്കൽ എത്ര ഇത് വേണം, ഇലക്ട്രോൺസ് വേണം, 3 ഇലക്ട്രോൺ. പക്ഷേ ഇവിടെ എന്തുണ്ട്, 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ എന്താ, ആ 3 ഇലക്ട്രോൺസിനെ 2-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ കാര്യം നടക്കും. അപ്പോൾ എന്താ, 6 ഇലക്ട്രോൺസിനെ കിട്ടിയിട്ടാണ്, അതായത് 6 ഇലക്ട്രോൺസിനെ കിട്ടി, എന്നിട്ട് റെഡ്യൂസ് ആയിട്ടാണ് ഇയാൾ 2Cr3+ ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്ത്, ചാർജ് 2 × 3 6. അപ്പോൾ ഈ 6-നെ അത് എന്താണ് സംഭവിതാക്കുന്നുണ്ടല്ലോ, നീതി പുലർത്തുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ്, Cr2O7 2- +6 ഇലക്ട്രോൺ ഗിവിങ് 2Cr3+. നമ്മൾ പഠിച്ച റൂൾസിൽ എന്താണ്, ആദ്യം നമ്മൾ എന്തിനെ ബാലൻസ് ചെയ്ത്, ചാർജിനെ ബാലൻസ് ചെയ്യണം. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് ഓൾറെഡി എഴുതിയിടണം, പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇവിടെ ഒരു ഇലക്ട്രോണിലും, പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇവിടെ +6 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ചാർജിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെയും 6 ഇലക്ട്രോൺ, ഇവിടെ ഇങ്ങനെ 6 ഇലക്ട്രോൺ വരിക. കംപ്ലീറ്റ് ഇതിനെ ഒരു 6 എന്ന് പറയുന്ന ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും ഇതിനും മൾട്ടിപ്ലൈ ഇതിനും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 ഇത് 6 Fe2+, ഇതിൻ്റെ 6 Fe3+, 1 ഇലക്ട്രോൺ × 6 ഇലക്ട്രോൺ. അപ്പോൾ എന്തായി, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെ ചാർജ് ബാലൻസ് ആയി. അടുത്ത സ്റ്റെപ്പ്
അടുത്ത നമ്മൾ എന്തിനാ ബാലൻസ് ചെയ്യണം? അക്കോർഡിംഗ് ടു അവർ റൂൾസ് നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ ഓക്സിജൻ ഒന്നും ഇല്ലാണ്ട് കുഴപ്പമില്ല. ഇത് ഇനി ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും ബാലൻസ് ചെയ്യേണ്ട ആവശ്യം. ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആയി ഈ ഓക്സിഡേഷൻ ഹാഫ്. ഇനി റിഡക്ഷൻ ഹാഫിനെ മാത്രം ഒന്ന് ബാലൻസ് ചെയ്തത്. കാരണം ഇവിടെ ഓക്സിജനെ ബാലൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എന്ത് വരും അവിടെ? കാരണം അവിടെ വാട്ടർ ആഡ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ അസിഡിക് മീഡിയം എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഇതാ അസിഡിക് മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആഡ് ചെയ്യേണ്ടി വരും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ന് പറയേണ്ടത് എന്നും പറയാം, നമ്മളെ ഹൈഡ്രജൻ ആറ്റംസിന് ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ മൊത്തം കളി നടക്കുന്നത്. അപ്പോൾ നമ്മളെന്താ പഠിച്ചത്? ഓക്സിജൻ ആറ്റംസ് എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 7 ഓക്സിജൻ ഉണ്ട്. വേറെ ഞാൻ ഓക്സിജൻ കാണില്ല. ഇവിടെയോ ഓക്സിജൻ ഇല്ല, ഇവിടെയോ ഇല്ല, ഇവിടെയൊന്നുമില്ല. അതായത് ഈ സ്റ്റെപ്പിൽ എവിടെയോ അതില്ല. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അതായത് അസിഡിക് മീഡിയം ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? എത്രത്തോളം ഓക്സിജൻ ഉണ്ടോ അതിന് കണക്കായിട്ട് വാട്ടർ ആയത് എടുക്കുക. അപ്പോൾ വാട്ടർ H2 ആണല്ലോ. 7 ഓക്സിജൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? 7 ടൈംസ് വേണം. അപ്പോൾ 7 × H2 എന്ന് പറയുമ്പോൾ എത്ര എന്തുണ്ടാവും? മറ്റേ ഈ പറയുന്നത് ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റംസ് 2 വീതമല്ല. അപ്പോൾ 7 മോളിക്യൂൾസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഉണ്ട്? 14 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും, 7 ഓക്സിജൻ ആറ്റംസും ഉണ്ടാവും. ആറ്റംസ് ഓക്കെ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഓക്സിജൻ എണ്ണത്തിൻ്റെ ബാലൻസ്. അതായത് Cr2O7 2- പ്ലസ് 6 ഇലക്ട്രോൺ ഗിവിങ് 2Cr3+. ഇത് 2Cr3+ എങ്ങനെ വന്നത്? അക്കോർഡിംഗ് ടു സ്റ്റോയിഷ്യോമെട്രി. കാരണം ഇവിടെ എന്താ 2 ഉണ്ട്, ഇവിടെ 1 ഇല്ല. അപ്പോൾ ആ 2 വെച്ചിട്ട് അപ്പോൾ എന്താ അതായത് 2 ക്രോമിൽ നിന്നുള്ളത് അപ്പുറത്തേക്ക് വരുന്നപ്പോഴത്തേക്ക് 1 ക്രോമേറ്റ്. അതായത് ഇവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ എന്ന് പറയുന്നത് 2 എഴുതാണ്ട് നമ്മൾ ആ പറയുന്ന സ്റ്റോയിഷ്യോമെട്രി അല്ലെങ്കിൽ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ മര്യാദയ്ക്ക് റിവൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയേണ്ടിയിട്ട് തന്നെ അവർ തെറ്റിച്ചിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഡ്യൂട്ടി എന്താ? കംപ്ലീറ്റ് റിയാക്ഷന് സ്റ്റോയിഷ്യോമെട്രിക്കലി ബാലൻസ്ഡ് ആണ് എന്നുള്ളത് കറക്റ്റ് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ ഡ്യൂട്ടിയാണ്. വേറെ ആരെയും കുറ്റം പറയൊരു കാര്യമില്ല. അപ്പോൾ Cr2O7 2- പ്ലസ് 6 ഇലക്ട്രോൺ ഗിവിങ് 2Cr3+. ഞാൻ പറഞ്ഞില്ല ഇതിനെ ബാലൻസ് ചെയ്തിട്ട് ഇവിടെ ഞാൻ 7 ഓക്സിജൻ മോളിക്യൂൾസിന് ആഡ് ചെയ്ത് 7 വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്ത് 7 H2O. ഇനി എന്താ പ്രശ്നം വന്നത്? ഇവിടെ എക്സ്ട്രേറ്റ് എന്ത് വന്നു? ഇവിടെ ഇത്രയും നേരം ഹൈഡ്രജൻ ഒന്നുമില്ല. ഇവിടെ എക്സ്ട്രേറ്റ് ഇപ്പോൾ എന്ത് വന്ന്? 7 × 2 14 ഹൈഡ്രജൻ വന്ന്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അസിഡിക് മീഡിയത്തിൽ H+ ചേർത്ത് കൊടുക്കുക. എത്രത്തോളം അത് എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് ഹൈഡ്രജൻ്റെ എണ്ണം ബാലൻസ് അല്ല, അതായത് അൺബാലൻസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ റൈറ്റ് സൈഡിൽ ചേർക്കുക, റൈറ്റിലാണില്ലെങ്കിൽ ലെഫ്റ്റ് ചേർക്കുക. എത്ര ഹൈഡ്രജൻ വേണ്ടി ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ 7 × 2 14 H+ ഇവിടെ ചേർക്കുക. ഇതിപ്പോൾ റൈറ്റിലല്ല, അപ്പോൾ ലെഫ്റ്റിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ Cr2O7 2- പ്ലസ് 14 H+. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു +6 ഇലക്ട്രോൺസ് ഉണ്ട് ഗിവിങ് 2Cr3+ പ്ലസ് 7 H2O. ഇപ്പോൾ ഇതെന്തായി? ഇപ്പോൾ ഈ പറയുന്ന റിഡക്ഷൻ ഹാഫും ബാലൻസ്ഡ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതൊരു ഇക്വേഷൻ നമ്പർ 2 ഇതൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തിട്ട് ആഡ് നൗ കമ്പൈൻ ബോത്ത് ഇക്വേഷൻസ് ആഡ് ഇക്വേഷൻ നമ്പർ. ഈ 2 ഇക്വേഷൻസ് എന്ത് ചെയ്യാം? ഒരുമിച്ചിട്ട് എഴുതുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? റിയാക്റ്റൻസ് എല്ലാം ഒരുമിച്ചിട്ട്, അതായത് ഇത് റിയാക്റ്റൻറ്റ്, അതേപോലെ ഇത് റിയാക്റ്റൻറ്റ്, അതേപോലെ ഈ 14 H+ റിയാക്റ്റൻറ്റ്, ഇവിടെ ഒരു 6 ഇലക്ട്രോൺ അതും റിയാക്റ്റൻറ്റ് സൈഡിൽ. പ്രോഡക്റ്റ് സൈഡിൽ എന്തെല്ലാം 6 Fe3+ പ്രോഡക്റ്റ്, 6 ഇലക്ട്രോൺ പ്രോഡക്റ്റ്, അതേപോലെ അവിടെ പോയി 2Cr3+ പ്രോഡക്റ്റ്, 7 H2O പ്രോഡക്റ്റ്. അപ്പോൾ അതെല്ലാം എഴുതിയല്ലോ, കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, എന്തിനായിരിക്കും നമ്മൾ ഈ ചാർജ് ബാലൻസ് ചെയ്ത് കണ്ട? ഇവിടെ 6 ഇലക്ട്രോൺ, ഇവിടെ 6 ഇലക്ട്രോൺ. അക്കോർഡിംഗ് ടു കെമിസ്ട്രീസ് റൂൾസ് നമുക്ക് 2 സൈഡിലും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വേറെ എന്ത് തരം സ്പീഷീസ് വന്നു കഴിഞ്ഞാലും ഒരേ നമ്പർ ആണെങ്കിൽ നമുക്ക് 2 കട്ട് ചെയ്താൽ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ 2 കട്ട് ചെയ്തു. അപ്പോൾ ഈ ഇലക്ട്രോൺസ് അതുകൊണ്ടാണ് ഞാൻ ഈ ചാർജ് ബാലൻസ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ചാർജ് ബാലൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്താ ഇതിങ്ങനെ കട്ടായി പോകുന്ന കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആദ്യം തന്നെ ചാർജ് ബാലൻസ് ആക്കി. അതിന് അപ്പോൾ നമ്മൾ റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ? 6 Fe2+ പ്ലസ് Cr2O7 2- പ്ലസ് 14 H+ gives 2Cr3+ പ്ലസ് 6 Fe3+ പ്ലസ് 7 H2O. ദിസ് വിൽ ബി ദ ഫൈനൽ ബാലൻസ്ഡ് റെഡോക്സ് റിയാക്ഷൻ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മൾ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് വെച്ചിട്ട്. ഇത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇത് എൻ്റെ മറ്റേ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വന്ന ക്വസ്റ്റ്യൻ കൂടിയത്. അപ്പോൾ അതന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടെക്നീക്ക് വെച്ചിട്ട് ബാക്കിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 2 ഹാഫ് റിയാക്ഷൻ ആക്കുക. ആദ്യം ചാർജ് ബാലൻസ് ചെയ്യുക. അത് ആദ്യം എന്ത് ചെയ്യുക? സ്റ്റോയിഷ്യോമെട്രി എല്ലാം കറക്റ്റാണ് നോക്കുക. എന്നിട്ട് ചാർജ് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഓക്സിജൻ്റെ എണ്ണം ബാലൻസ് ചെയ്യുക. അസിഡിക് മീഡിയ ആണെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുക. ബേസിക് മീഡിയ ആണെങ്കിൽ OH- വേണ്ട കണക്കിന് ആഡ് ചെയ്യുക. അതിനകത്തായിട്ട് എന്ത് ചെയ്യുക? അതിന് ശേഷം മറ്റേ എന്ന് പറയേണ്ടത് എത്രത്തോളം ഹൈഡ്രജന് വന്നിട്ടുണ്ടോ അത് അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുക? ഇപ്പുറത്താണ് എഴുതിയെങ്കിൽ ഇപ്പുറത്തെ ബാലൻസ് ഹൈഡ്രജൻ എണ്ണം. ഇപ്പുറത്താണ് ഹൈഡ്രജൻ, അതായത് വാട്ടർ ആഡ് ചെയ്തെങ്കിൽ ഇപ്പുറത്ത് ഹൈഡ്രജൻ എണ്ണത്തിൻ്റെ ബാലൻസ് ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്തില്ല ഈ സൈഡും ഈ സൈഡെല്ലാം ബാലൻസ് ആയി കഴിഞ്ഞാൽ 2 റിയാക്ഷൻസ് ഒരുമിച്ച് ഇട്ട് ഈ കോമൺ ആയിട്ട് വരുന്ന ഈ ഇലക്ട്രോൺസിനെല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അവിടെ പൂരിപ്പിക്കുക. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ മറ്റേ ബാലൻസിങ് വന്നാൽ ചെയ്യേണ്ടത്. ദിസ് വിൽ ബി ദ ആൻസർ.